ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് രാവിലെ ഇത്തിരി ചായയൊക്കെ കുടിക്കാൻ വേണ്ടി മുറ്റത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞമ്മയുടെ കയ്യിലായിരുന്നു. പിന്നെ നമ്മുടെ ചെടികളൊക്കെ കണ്ടില്ല, വൈകിട്ടൊക്കെ മഴ കിട്ടുന്നതുകൊണ്ട് നല്ല ഉഷാറായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ പുതിയൊരു അതിഥീനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത്. അപ്പം നമ്മുടെ മുറ്റത്ത് നല്ല പുതിയതായിട്ടൊരു ചെടി നന്ന് പോത്ത് ഉലഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചെടിയായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നാണ് ഈ ചെടിയുടെ പേര് കേട്ടോ. അപ്പോൾ ഈ ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഈ ചെടി കൂടുതലായിട്ടും വേനൽക്കാലത്താണ് കേട്ടോ നന്നായിട്ട് പൂക്കളുണ്ടാകുന്നത്. അപ്പോൾ ഒരു പുതുമഴയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നല്ലോണം പൂക്കളുണ്ടാകുകയും ഇനി 3 കളറാണ് ഈ ചെടി ഇതിലുള്ളത് കേട്ടോ. ഇത് നല്ല വലുതാവുന്ന ചെടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കൊണ്ട് നട്ടിട്ട് കുറച്ചായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലെ നല്ലതായിട്ട് പൂത്തായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ വർഷം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ ചെടിയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലത്തെയുള്ള വീഡിയോകൾക്കായിട്ട് കേട്ടോ. അപ്പോൾ കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ അടുത്ത വീഡിയോ ഞാൻ ഇടുമ്പോൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് ചായയൊക്കെ കുടിച്ചു. ഇനി കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അവൾ അമ്മയുടെ കയ്യിലിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ മുറിയൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വൃത്തിയാക്കി. അപ്പോൾ എല്ലാം കുടഞ്ഞ് പെറുക്കി എല്ലാം കളഞ്ഞു കേട്ടോ. അപ്പോൾ കുഞ്ഞുള്ളതുകൊണ്ട് എല്ലാം വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം. പിന്നെ നമുക്ക് കുറച്ച് ചെടി നടാനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്ക് നട്ടിട്ട് വരാവേ. അപ്പോൾ ഇത് നമ്മുടെ വിങ്കാ റോസിൻ്റെ ഇതാണ് കേട്ടോ, വിത്താണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് പാകി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ബ്ലാക്ക് കളർ വിങ്കാ റോസിൻ്റെ വിത്തും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പം നമുക്ക് കിളുത്ത് വരുമ്പോൾ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ രീതിയിൽ 2 കവറുകളിലായിട്ട് വെറുതെ പാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയായപ്പോൾ തന്നെ ഒരു അടിപൊളി ചോറൂണും കൂടെ ആയപ്പോഴത്തേക്കിനും ഞാനൊന്ന് ഉഷാറായി കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമേ.